ഇപ്പോൾ 8.4 വരെയുള്ള പോളിംഗ് ശതമാനമാണ് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് 7% ഇല്ലേ, 6%-7% അടുത്ത് 7% തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. പക്ഷേ ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ പതിവ് തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത് പോലെ തന്നെ ഓരോ മണിക്കൂറിലും 6 മുതൽ 7% വരെ പോളിംഗ് രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 10% മുകളിലേക്ക് പോളിംഗ് ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ എൽദോ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ചില ബൂത്തുകളിൽ മെല്ലെപ്പോക്കാണ്. അതായത് ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് സി കൃഷ്ണകുമാർ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇക്കാര്യം പറയുകയും ചെയ്തു മാധ്യമങ്ങളോട്. 70 മുതൽ 80 വരെ വോട്ടുകൾ ഓരോ മണിക്കൂറിലും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം. പക്ഷേ അത് വരുന്നില്ല. അതുകൊണ്ട് ഒരു പരാതിയായിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥരോട്. ഓരോ പോളിംഗ് ബൂത്തിലും ചെന്ന് ഇക്കാര്യം അറിയിക്കുന്നുണ്ട് എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാവുന്നതാണല്ലോ, അന്ന് കുറേയേറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നു വോട്ടർമാർക്ക്. അത് മാത്രമല്ല പലരും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പാലക്കാട് രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 184 ബൂത്തുകളിൽ ഏതാണ്ട് 160ഓളം ബൂത്തുകളിൽ വലിയ നിരയാണ്. അത് മുനിസിപ്പാലിറ്റിയിലും അങ്ങനെ തന്നെയാണ്, 3 പഞ്ചായത്തുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ പ്രശ്നമാണ്. എല്ലായിടത്തും ഒരേ രീതിയിൽ വോട്ട് ചെയ്യിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അത് ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചിരിക്കും. സ്പീഡിലാണോ വോട്ട് ചെയ്യിക്കുന്നത്, അതല്ല മെല്ലെപ്പോക്കാണോ ഉള്ളത് എന്ന്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ വോട്ടർ ടേൺ ഔട്ടിൽ ആദ്യ 1.25 മണിക്കൂറിലെ പോളിംഗ് ശതമാനം വരുമ്പോൾ 7% എന്ന്. അതൊരു കുറഞ്ഞ റേറ്റാണ്. അതിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടായിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഓരോ മണിക്കൂറിലും 7% വെച്ച് പോവുകയാണെങ്കിൽ 70% മുകളിലേക്ക്, കഴിഞ്ഞ തവണത്തെ 71% എത്തുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 1,40,000 വോട്ടുകളെങ്കിലും പോൾ ചെയ്യിക്കണം എന്നുള്ളതാണ് മുന്നണി സ്ഥാനാർത്ഥികളുടെ എല്ലാം താല്പര്യം. ഒപ്പം തന്നെ മഞ്ജുഷ്, ഈ പരസ്യ പ്രചാരണം, നിശ്ചിത പ്രചാരണത്തെ ദിവസത്തിലെ പരസ്യ വിവാദം ഉണ്ടല്ലോ, അത് സജീവമായി നിർത്താൻ എന്തും ശ്രമിക്കുന്നു. സന്ദീപ് വാര്യർ എന്ന രാഷ്ട്രീയ നേതാവിന് എത്രമാത്രം പ്രാധാന്യം ആവശ്യമില്ലാതെയാണ് എങ്കിൽ പോലും CPM കൊടുക്കുന്നു എന്നതിന്റെ ഉദാഹരണം പോലും ഇന്ന് കാണുകയാണ്. ഇന്ന് രസകരമായ ഒരു കമന്റ് NN കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അത് സത്യം പറഞ്ഞാൽ NN കൃഷ്ണദാസ് CPM വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും. അദ്ദേഹം പറയുകയാണ് ഭൂതകാലം വർത്തമാനകാലത്തെ സ്വാധീനിക്കുകയില്ല എന്ന്. അതെങ്ങനെയാണ് ഒരു മാർക്സിസ്റ്റ് തിയറിയായി മാറുക എന്നറിയില്ല. ഭൂതകാലത്തെ മറന്നുകൊണ്ട് വർത്തമാനകാലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണല്ലോ മാർക്സിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ സന്ദീപ് വാര്യരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഭൂതകാലം വർത്തമാനകാലത്തെ സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യരെ അത്രമാത്രം കണക്കാക്കേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ ഇതേ സന്ദീപ് വാര്യരെ തന്നെയാണ് CPM ഇന്നലെയും ഇല്ലേ ആ പരസ്യത്തിലൂടെ കൂടുതൽ വലിയ സ്റ്റാർ ആക്കുവാനായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില വിരോധാഭാസങ്ങളൊക്കെ രാവിലെ കാണുന്നുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. ക്യൂവിൽ നേരത്തെ തന്നെ നീണ്ട നിര. 2 മണിക്കൂർ പിന്നിടുമ്പോൾ 7%. ജയപ്രതീക്ഷ പങ്കുവെച്ച് 3 സ്ഥാനാർത്ഥികളും. വരത്തൻ ആരോപണത്തിന് പാലക്കാട്ടുകാർ മറുപടി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ട് ചേർക്കുന്നതാണ് നമ്മുടെ നാടായിട്ട് പരിഗണിക്കേണ്ടതെങ്കിൽ എനിക്കും വോട്ട് ചേർക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വളഞ്ഞ വഴിയിലൂടെ ഒന്നും ചേർക്കാനില്ല. 6 മാസം അടുപ്പിച്ച് പാലക്കാട് നിന്നതിന് ശേഷം 26-ൽ ഞാൻ ഇവിടെ വോട്ട് കിട്ടുന്നതാണ്. അല്ലാതെ ഞാൻ വളഞ്ഞ വഴിയിലൂടെ ചേർക്കാൻ. ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കൃഷ്ണകുമാർ. അത് 10,000-ന് മുകളിൽ എത്രയാണെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയില്ല. ഞങ്ങൾ പഞ്ചായത്തുകളിൽ മുന്നോട്ട് പോകും. പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം നടത്തും. 2 മുന്നണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വലിയ മുന്നേറ്റമാണ് ഇത്തവണ പഞ്ചായത്തിൽ നടത്താൻ പോകുന്നത്. തഗ് ഡയലോഗുമായി ഡോക്ടർ സരിൻ. വന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുന്നവന് അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. വോട്ടെടുപ്പ് ദിനത്തിൽ സമസ്ത പ്രസിഡന്റിനെ കണ്ട് സന്ദീപ് വാര്യർ. കൂടിക്കാഴ്ച ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കീഴ്ശ്ശേരിയിലെ വീട്ടിൽ വെച്ച് ഭരണഘടന സമ്മാനിച്ചു. നന്മ ചെയ്യുന്ന എല്ലാവരെയും പിന്തുണയ്ക്കുമെന്ന ജിഫ്രി തങ്ങൾ. CPM-നെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക. CPM വർഗീയതയുടെ കാളിയൻ. സരിൻ തരംഗം പരസ്യം പച്ചയായ വർഗീയതയെന്ന മുഖപ്രസംഗം. വിമർശിച്ചത് പാണക്കാട് തങ്ങളെയല്ല, ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെയാണെന്ന് NN കൃഷ്ണദാസ്. മഹാരാഷ്ട്രയും ഇന്ന് വിധി എഴുതുന്നു. ജാർഖണ്ഡിലും 2ാം ഘട്ട വോട്ടെടുപ്പ്. സമ്മതിദാനം നിർവഹിച്ച പ്രമുഖർ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ഹർജി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ.
പാലക്കാട് വോട്ടെടുപ്പ് തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 7% പോളിംഗ് ശതമാനം ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴും എല്ലായിടങ്ങളിലും വലിയ ക്യൂ കാണുന്നു. 176 മുതൽ 179 വരെ. കാരണം അവസാന ബൂത്തുകളാണ് അത്. അവിടെ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചേർത്തവർ, പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തിൽ, അതായത് ഈ പാലക്കാടിന്റെ അതിർത്തിയായ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടുള്ള ചില ആളുകൾ പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്നവരെ രണ്ട് പരാതികൾ നേരിയ തോതിൽ ഉയരുന്നുമുണ്ടെന്ന് പറയുന്നു. വോട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ടില്ല. CPM പറയുന്നത് ഞങ്ങളായിട്ട് തടയുകയില്ല, ജനങ്ങൾ തന്നെ ഇടപെട്ടത് തടഞ്ഞോളും എന്നാണ്. പക്ഷേ ഏത് രീതിയിൽ ഇവരെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യുവാനുള്ള അവസരമില്ല. അപ്പോൾ 2 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ എന്തായാലും അവർക്ക് എത്തുവാൻ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല. പക്ഷേ അത് തടയുമെന്ന് ജില്ലാ കളക്ടറും പറയുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തുവാനായിട്ട് BLOമാരെ പോലും ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രശ്നബാധിതം എന്ന് പറയുന്ന ബൂത്തുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിരായിരി പഞ്ചായത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട് എന്നറിയുന്നു. അതുപോലെ തന്നെയാണ് മാത്തൂർ പഞ്ചായത്തിലും. അങ്ങനെ തന്നെ കണ്ണാടി പഞ്ചായത്ത് ഏറ്റവും നിർണായകമായ ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ കണ്ണാടി പഞ്ചായത്തിലെ വോട്ടിന്റെ ബലത്തിലാണ് ഷാഫി പറമ്പിലിന് അവസാനം ജയിക്കാൻ കഴിഞ്ഞത്. 3 പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിലും നല്ല രീതിയിലാണ് പോളിംഗ് നടക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില താമസങ്ങൾ, ഈ വോട്ട് ചെയ്യിക്കുവാനുള്ള ചില താമസങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ. VV അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, ഈ 1.25 മണിക്കൂറിൽ 7% എന്ന് പറയുന്നത് കുറവാണല്ലോ. ഔദ്യോഗികമായ കണക്കാണെങ്കിൽ പോലും അതിന് വ്യത്യസ്തമായിട്ട് പോളിംഗ് അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? രാവിലെ മുതൽ തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലായിടത്തും നല്ല ക്യൂ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. 2 മണിക്കൂറിലെ ഔദ്യോഗിക കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 7.28 ഇതുവരെയുള്ള, അതായത് 14,187 പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് PRDയുടെ ഔദ്യോഗിക കണക്ക് പറയുന്നതിൽ. 7.82% പുരുഷ വോട്ടർമാരാണ്. വനിതാ വോട്ടർമാർ 6.72 പേരും 72% പേരും ഇതിനകം വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 മണിക്കൂറിലെ കണക്ക് അത്ര വലിയ കണക്കാണ്. നമ്മൾ രാവിലെ കണ്ട തിരക്കിന് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു കണക്ക് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ സാമാന്യം മോശമില്ലാത്ത പോളിംഗ് ഈ ഘട്ടത്തിലുണ്ട് എന്ന് പറയാം. എല്ലായിടത്തും വലിയ തിരക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്തിൽ അതിന് വിപരീതമായൊരവസ്ഥയാണ്. ഞാനുള്ളത് സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഈ സ്കൂളിൽ 1-2 ആളുകൾ തെറ്റിയും തെറിച്ചുമെന്നൊക്കെ പറഞ്ഞതുപോലെ വന്നു പോകുന്ന മാത്രമാണ് ഇവിടെ ഉള്ളത്. വളരെ 430 വോട്ട് മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ബൂത്തിന്റെ പ്രത്യേകതയുള്ളത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തേണ്ട ബൂത്താണ്. ഹരിദാസ് CPM ഇരട്ട വോട്ട്, വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ച വോട്ടർമാരിൽ പ്രധാനി BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം BJPയുടെ ജില്ലാ കാര്യാലയത്തിന്റെ വിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ, അതായത് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. ഇത് വ്യാജ വോട്ടെന്നാണ് CPMന്റെ ആരോപണം. ആ CPM ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിലൊരു വോട്ട് ഹരിദാസിന്റെയാണ്. ഹരിദാസ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയാൽ തടയുമോ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് ഇന്നലെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല. ഇനി ഈ വിവാദങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ വിട്ടുനിൽക്കുമോ എന്നറിയാം. ജില്ലാ കളക്ടറും ഇത്ര ആളുകളുടെ പട്ടികയൊക്കെ തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഇങ്ങനെ ഒരു വ്യാജ വോട്ട് ആരോപണമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിലാസം സ്വാഭാവികത്തിന്റെ വസതിയിലെ വിലാസമല്ലാതിന് പകരം ജില്ലാ കമ്മിറ്റി ഓഫീസ് വിലാസമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചേർത്തത്. അതാണ് ഈ ബൂത്തിന്റെ പ്രത്യേകത. ഈ ഭാഗത്ത് ഇപ്പോൾ കാര്യമായ തിരക്കില്ല. ഇത് നഗരസഭാ പരിധിയിലെ ഒരു ബൂത്താണ്. 430 വോട്ട് ആകെ ഉള്ളത്. എല്ലാ തവണയും ശരാശരി 300 വോട്ടൊക്കെയാണ് ഇവിടെ പോൾ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 75-80 വോട്ടിനകത്ത് ഇതിനകം പോൾ ചെയ്തിട്ടുണ്ട്. ഹരിദാസ് വരുമോ ഇല്ലേ എന്നുള്ളതാണ് ഈ ബൂത്തിനെ ശ്രദ്ധേയമാക്കുന്നത്. ഏതായാലും കണ്ണാടിയും മാത്തൂരും ഉൾപ്പെടെയുള്ള CPMന്റെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ പിരായിരി, UDFന്റെ ശക്തി കേന്ദ്രമായ UDFന്റെ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള പിരായിരിയിലും നല്ല തിരക്കുണ്ട്. കൽപ്പാത്തി മേഖലകളിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെയും ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും 3 മുന്നണികൾക്കും പ്രതീക്ഷിക്കാവുന്നതൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. ഇതൊക്കെ പൂർണ്ണമായും ഇതേ ഓരോ മുന്നണിയും പ്രതീക്ഷിക്കുന്ന പോലെ അവരുടെ കണക്കിലേക്കാണ് വോട്ടുകൾ വരുന്നത് കണ്ടറിയണം. ഏതായാലും ഇപ്പോഴും പ്രതീക്ഷകൾക്കും അവകാശവാദങ്ങൾക്കും ഒന്നും 3 മുന്നണികൾക്കും കുറവില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരട്ട വോട്ട്, അതിന് വ്യാജ വോട്ട് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല. അത് എങ്ങനെ കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ ഹരിദാസ് തന്നെ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ ഈ അരുൺ നിൽക്കുന്ന ആ ബൂത്തിൽ വോട്ടില്ല എന്ന് പറയുവാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ട്. അദ്ദേഹം ഐഡന്റിറ്റി കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചേ പറ്റുകയുള്ളൂ. ഏത് രീതിയിൽ ഇങ്ങനെ തടയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ജില്ലാ വരണാധികാരി പറയുന്നത്.
സ്വാഭാവികമായും ഈ വോട്ടുകൾ ചലഞ്ച് ചെയ്യാം. എതിർ പാർട്ടിക്കാർ ഇപ്പോൾ ഇവിടെ BJP ജില്ലാ പ്രസിഡന്റ് വന്നാൽ CPM-ന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിനിധിക്ക് ഈ ബൂത്ത് ഏജന്റുമാർക്ക് അത് ചോദ്യം ചെയ്യാം, ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്ത ശേഷം വോട്ട് ചെയ്യാനാണെങ്കിൽ സ്വാഭാവികമായും സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം വാങ്ങിയ ശേഷം മാത്രമേ അദ്ദേഹത്തെ പിന്നീട് വോട്ട് ചെയ്യാൻ അനുവദിക്കൂ. അത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് മഞ്ജു സൂചിപ്പിച്ചതിന്റെ വസ്തുത, കാരണം ഒരു മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകണമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. ടെൻഡർ വോട്ടിംഗ് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായാൽ ചാലഞ്ചിങ് വോട്ട് ടെൻഡർ വോട്ടായി ചെയ്യുകയും പിന്നീട് അത് മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. ഈ ആകെ ഉള്ള ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതലാണ് ഇത്തരത്തിലുള്ള ചാലഞ്ചിങ് വോട്ടുകളെങ്കിൽ വീണ്ടും അത് എണ്ണേണ്ടി വരും. അത്ര സാഹചര്യം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും വോട്ട് ചെയ്യാൻ വന്നാൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു വ്യാജ വോട്ട് ഇരട്ട വോട്ട് എന്ന് പറയുമ്പോൾ CPM അത് വ്യാജ വോട്ടായാണ് കണക്കാക്കുന്നത്. CPM-ന്റെ വ്യാജ വോട്ട് ആരോപണം നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ചെയ്യാൻ ആരെങ്കിലും എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പലയിടത്തും 2700 വോട്ട് RSS-ന്റെ ജില്ലാ കാര്യാലയത്തിന്റെ പേരിൽ മാത്രം 26 വോട്ടുകളുണ്ട്. അതൊക്കെ വ്യാജ വോട്ടെന്ന് CPM ആരോപിക്കുമ്പോൾ BJP-യൊക്കെ പറയുന്നത് എന്തുകൊണ്ട് BJP-യുടെ കാര്യാലയത്തിൽ RSS-ന്റെ കാര്യാലയത്തിൽ ആളുകൾക്ക് താമസിച്ചുകൂടാ, അവിടെ എന്തുകൊണ്ട് വോട്ട് ചേർത്ത് ചോദ്യം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും ആ വോട്ടുകൾ ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു ചാലഞ്ചിന്റെ അപ്പുറത്തേക്ക് കാര്യമായ നിയമതടസ്സം അവർക്ക് ഉണ്ടാകാനിടയില്ല. അരുണ്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ നേരത്തെ അരുൺ സൂചിപ്പിച്ചല്ലേ, പിരായിരി വളരെ പ്രധാനമാണ്. ഈ ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലം പഞ്ചായത്താണ്. അപ്പോൾ ഈ പിരായിരിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, അല്ലെ CPM. അപ്പോൾ പിരായിരിലൊക്കെ സാഹചര്യം രാവിലെ തന്നെ നല്ല തിരക്ക് രേഖപ്പെടുത്തുന്നുണ്ടോ? എവിടെയെങ്കിലും പരാതി വരുന്നുണ്ടോ ഈ വോട്ട് സംബന്ധിച്ച്? ഇതുവരെ അത്തരത്തിലുള്ള പരാതിയോ തർക്കമോ എന്നും ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരിടത്തും അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുമില്ല. പിരായിരിയൊക്കെ നല്ല തിരക്ക് രാവിലെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പിരായിരി പഞ്ചായത്ത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. മുസ്ലിം വോട്ടുകളുള്ള വലിയ രീതിയിലുള്ള മേഖലയാണ്. അവിടെയും ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് CPM ഇടതുമുന്നണി വയ്ക്കുന്നത്. UDF-ന്റെ ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ നഗരമേഖലയിലെ വോട്ടുകൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ ശ്രീധരൻ മുന്നേറുമ്പോൾ ഒറ്റ പഞ്ചായത്തിലെ വോട്ടാണ് അത്. പ്രധാനമായും പിരായിരി പഞ്ചായത്തിലെ വോട്ടിലൂടെയാണ് ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം തിരിച്ചുപിടിക്കുന്നത്. പിന്നെ വളരെയധികം 6000-ൽ പരം വോട്ട് പിന്നിൽ പോയ ശേഷം അവിടെ നിന്ന് ഒറ്റയടിക്ക് മുന്നിലേക്ക് വരുന്നത് പിരായിരി പഞ്ചായത്തിലെ വോട്ടാണ്. അവിടെ ഇത്തവണയും UDF-ന് പ്രതീക്ഷ തന്നെയാണ്. മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മേഖലയാണ്. മുസ്ലിം വോട്ടർമാർ ഒന്നടങ്കം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പുലർത്തുമ്പോഴും ഈ സന്ദീപ് വാര്യറിന്റെ കോൺഗ്രസ് പ്രവേശം അടക്കം വലിയ ചർച്ചാ വിഷയമാക്കിയത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ CPM-നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇത്രയും നാൾ കടുത്ത തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വരികയും അയാളെ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്ന ചോദ്യം CPM ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഒരു ഷിഫ്റ്റ് വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകും. പൂർണ്ണമായും അത് ഇടതുമുന്നണിക്ക് അനുകൂലമാകിലും കോൺഗ്രസിലേക്ക് പോകാവുന്ന കുറച്ച് വോട്ടെങ്കിലും അവിടെ അത്തരത്തിൽ മാറുമെന്ന ഒരു പ്രതീക്ഷ ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിരായിരി പൂർണ്ണമായും എഴുതി തള്ളുന്നില്ല ഈ ഘട്ടത്തിൽ CPM. എങ്ങനെയാണ് വോട്ടർമാരുടെ മനസ്സിലിപ്പെന്നൊക്കെ ഫലം വരുമ്പോൾ അറിയാം. എന്തായാലും പിരായിരി വലിയ തിരക്കെന്ന് പറയുമ്പോഴും അത് LDF-ഉം ഒരു പരിധിവരെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തുകളിലും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ്. രാവിലെ നല്ല തിരക്കായിരിക്കും, പിന്നെ തിരക്കൊന്ന് കുറയും, പിന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും തിരക്ക് വരും. എന്തായാലും 7% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 9-15, പക്ഷേ അത് ഔദ്യോഗികം കുറച്ച് ഈ മിനിറ്റുകളിൽ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് 10% മുകളിലേക്ക് പോളിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. 1,94,000 വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ 70% വോട്ടുകൾ രേഖപ്പെടുത്തണമെങ്കിൽ ഏതാണ്ട് 1,40,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യേണ്ടി വരും. അതാണ് മുന്നണികളുടെ പ്രതീക്ഷയും. 70% കുറച്ച് മുകളിലേക്ക് പോളിംഗ് എത്തുമെന്ന്. കഴിഞ്ഞ തവണത്തെ 71% എത്തിയാൽ നല്ല കാര്യം. കാരണം പ്രചണ്ഡ പ്രചാരണമാണ് പാലക്കാട് ഇത്തവണ ഉണ്ടായത്. ത്രികോണ മത്സരവുമാണ്. 2 മണിക്കൂറിലെ കണക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 10% മുകളിൽ എത്തണം. കാരണം ഓരോ മണിക്കൂറിലും 6 മുതൽ 7% വരെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് കണക്ക്. ഒരു തടസ്സവുമില്ലാതെ പോളിംഗ് പോവുകയാണ്. അപ്പോൾ 12% എന്ന് പറഞ്ഞാൽ നല്ല പോളിംഗ് തന്നെയാണ്. ഈ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്ന ഒരു പോളിംഗ് ആണ്. 2 മണിക്കൂറിൽ 12.64% പാലക്കാട്. അപ്പോൾ നല്ല പോളിംഗ് ആണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം പാലക്കാട് പ്രതിഫലിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത് പറക്കുന്നില്ലേ? അവിടെയാണല്ലോ സജിത്ത് നിൽക്കുന്നത്. AK ബാലൻ വോട്ട് ചെയ്യാൻ 10 മണിയോടുകൂടി എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്.
പിരായിരി പഞ്ചായത്തിലെ കാര്യം, അവിടെ UDF-ന്റെ ഒരു കോട്ട എന്ന് തന്നെ പറയാം, ലീഗിന്റെ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു പഞ്ചായത്തുമാണ്. ഇന്ന് രാവിലെ ഒരു നീക്കമാണല്ലോ സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യരെ ആവശ്യമില്ലാതെ CPM വലിയ സ്റ്റാർ ആക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ രാവിലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി കാണുന്നു. അങ്ങനെ വരുമ്പോൾ സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ആ ഒരു സമവാക്യത്തിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം ആഗ്രഹിച്ചുള്ള ഒരു നീക്കമാണല്ലോ ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ ഭൂതകാലം അത് വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ വർത്തമാനകാലത്തിൽ ലീഗിന് ഒരു പ്രശ്നവുമില്ല സന്ദീപുമായിട്ട് ഒത്തുപോകുന്നത് എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത് ശ്രദ്ധേയമാണ് മഞ്ജുഷ. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഈ നീക്കങ്ങൾ ഓരോന്നും ശ്രദ്ധേയമാണ്. കാരണം ഈ മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഓരോ ചെറിയ ഘടകവും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈ നീക്കത്തിന്റെ തുടക്കം. നമുക്കറിയാം സന്ദീപ് വാര്യർക്കെതിരായ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നീക്കത്തെ ചെറുക്കാൻ UDF-ഉം കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം, സന്ദീപ് വാര്യരുടെ BJP വിരുദ്ധ നിലപാടുകൾ, സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യേണ്ട ആളാണ് എന്ന നിലപാട് ആദ്യം എടുത്തത് CPM നേതാക്കളാണ്. പ്രത്യേകിച്ച് AK ബാലനാണ് ആ നിലപാടെടുത്തത് എന്നതാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് രാവിലെയും പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളിൽ തന്നെയാണ് AK ബാലന് വോട്ട് ചെയ്യാൻ വരുന്നത്. അദ്ദേഹവും ഈ വിഷയത്തിൽ ഈ മണിക്കൂറുകളിലെ രാഷ്ട്രീയം നിർണായകമാക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഒപ്പം പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോളിംഗ് ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. മനുഷ്യർ സൂചിപ്പിച്ചതുപോലെ ഈ മണിക്കൂറുകളിലെ ട്രെൻഡും നല്ല പോളിംഗ് എന്നത് തന്നെയാണ്. പക്ഷേ ഈ ട്രെൻഡ് അതേപടി തന്നെ നിലനിൽക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ മുതൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവച്ച ഒരു കാര്യം, ഈ BJP കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് തങ്ങളെ ബാധിക്കില്ല, BJPക്കായിരിക്കും തിരിച്ചടി എന്ന് വാദം വെക്കുന്നുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം മൊത്തത്തിൽ കുറയുമോ എന്നൊരു ആശങ്കയാണോ അവർ പങ്കുവച്ചത് എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. രാവിലെ നിമിഷം ഇപ്പൊ രണ്ട് കാര്യം. ഒന്ന്, ഇപ്പോൾ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. രാവിലത്തെ ചന്ദ്രിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിനുള്ള മറുപടിയാണ്. മുസ്ലിം ലീഗ് മുഖപത്രത്തിന് ഹാലിളകി നിൽക്കുകയാണ്. CPM-ന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടാമെന്ന് ആരും കരുതണ്ട. ലീഗിന് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ മൊത്തം കുത്തവാശം ഇല്ല. CPM-ന്റെ ഒരു നിലപാട് പറയുകയാണ്. അത് മാത്രമല്ല ചന്ദ്രിക ഇപ്പോൾ സഹിത തുടർച്ചയായിട്ട് ഇത്തരം CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം KNA ഖാദർ എഴുതിയ ലേഖനവും അതിന് ഉദാഹരണമാണ്. പക്ഷെ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണോ? പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പരമാവധി ഇല്ലേ ഇത്തരത്തിലുള്ള തിരിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജുഷ. ഒരുപക്ഷെ നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും എത്ര കണ്ട് മാറിപ്പോയി സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയവും പാലക്കാടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും എന്നതാണ് നിർണായകമാവുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വോട്ടെടുപ്പ് ദിവസം ഇത്തരം വിഷയങ്ങളായിരിക്കും ചർച്ചയിൽ വരിക എന്നത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. സന്ദീപ് വാര്യരെ പോലെയുള്ള അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ മുൻനിർത്തി നടത്തുന്ന നീക്കത്തെ CPM കടന്നാക്രമിച്ച ശൈലിയിൽ ഇതിനൊക്കെ മറുപടിയും കൊണ്ടും കൊടുത്തും ഉള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നീളുന്നു എന്നതാണ്. എന്തായാലും ചന്ദ്രികയിലെ ഇന്നത്തെ ലേഖനവും മുഖപ്രസംഗവും അതിന്റെ മറുപടിയും തന്നെ ഈ മണിക്കൂറുകളിൽ പ്രധാന ചർച്ചയിലേക്ക് വരുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മുസ്ലിം വോട്ടുകൾ നിർണായകമാവുന്ന ഇടങ്ങളിൽ ആ സ്വാധീനം ആർക്കൊപ്പം എന്നത് ഇതിന്റെ പ്രതിഫലനം കൂടി ഈ ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഓരോ ചെറിയ സാഹചര്യങ്ങളെയും ഓട്ടാക്കുക, അതിൽ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന സങ്കീർണാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നണി നേതൃത്വങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുന്നത്. ഈ സജിത്ത്, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം രാവിലെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായി തോന്നി. ഭൂരിപക്ഷം അതായത് പോളിംഗ് കുറഞ്ഞാൽ ഭൂരിപക്ഷം തനിക്ക് കൂടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. സാധാരണയായിട്ട് ഇപ്പോൾ ഈ പോളിംഗ് കൂടുതൽ വരികയാണെങ്കിൽ അത് UDF-ന് അനുകൂലമാകും, കുറഞ്ഞാൽ അത് LDF-ന് അനുകൂലമാകും. ആ ഒരു സാഹചര്യമൊക്കെ പോയല്ലോ. ഈ ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് ഓരോ ഏരിയ തിരിച്ച് എങ്ങനെയായിരിക്കും പോളിംഗ് ശതമാനം, ഓരോ ബൂത്തിലും എങ്ങനെയാണ് പോളിംഗ് നടക്കുന്നത്, ഇതൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും കണക്കാക്കേണ്ടി വരുന്ന ഒന്നല്ലേ, പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടല്ലോ സജിത്ത്, പരമാവധി വോട്ടർമാരെ എത്തിക്കുവാനായിട്ട് മൂന്ന് മുന്നണികൾക്കും കഴിയും. കാരണം മുഴുവൻ മെഷീനറിയും പാലക്കാട്ടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവിടെ നേതാക്കളോട് തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഇത്ര വോട്ടർമാർക്ക് ഇത്ര പേർ എന്ന രീതിയിൽ സ്ക്വാഡ് വർക്ക് നടക്കുകയാണ്. അതിൽ മുൻപ് CPM ആയിരുന്നു മുന്നിലെങ്കിൽ BJP പാലക്കാട് CPM-നേക്കാൾ അക്കാര്യത്തിൽ മുന്നിലാണല്ലോ ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ. UDF-ന് അത് എത്രമാത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ UDF-ന് ബൂത്തിലിരിക്കാൻ പോലും ആളുകൾ ഇല്ല എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ UDF-ന് തിളക്കമാർന്ന വിജയമാണ് കണ്ടത്.
ഇവിടെയും അങ്ങനെ തന്നെ ഈ ബൂത്ത് തലത്തിൽ നോക്കുമ്പോൾ സ്ക്വാഡ് വർക്കിലും ഒക്കെ വോട്ടർമാരെ പരമാവധി എത്തിക്കുന്നതിലും ഒക്കെ CPM-ഉം BJP-യും തന്നെയാണോ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സംഘടനാ രീതിയിൽ പലപ്പോഴും കാണാം പുറത്തേക്ക് അത്ര പ്രകടമായ രീതികളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ വോട്ടിംഗിൽ തിരിച്ചും പ്രതിഫലിക്കാറുണ്ട്. നമുക്ക് പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് UDFന്റെ സിറ്റിംഗ് സീറ്റ് എന്നതിനപ്പുറം സംഘടനാപരത്തിൽ ഈ കോൺഗ്രസിന് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് അത് ഷാഫി പറമ്പലിന്റെ വ്യക്തിപ്രഭാവമാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും അത് പ്രകടമാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംഘാടനത്തിലും തെരഞ്ഞെടുപ്പ് രീതികളിലുമൊക്കെ കോൺഗ്രസ് ക്യാമ്പും സജീവമാണ്, BJP-യും ഉണ്ട്, CPM ഉണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വീഴ്ച ഏതെങ്കിലും നമ്മൾ എത്തിയ മണ്ഡലങ്ങളിലോ ബൂത്തുകളിലോ അതിന്റെ പരിസരങ്ങളിലോ പോളിംഗ് സ്റ്റേഷന്റെ പരിസരങ്ങളിലോ ഒന്നും പ്രവർത്തകരുടെ ഇല്ലായ്മ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. 3 ഇടങ്ങളും സജീവമായി തന്നെ നിൽക്കുന്നു എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഈ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന ചോദ്യത്തിൽ കോൺഗ്രസ് കരുതുന്നത് തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ എത്തിക്കും. അതിന് സംഘടനാ മിഷണറി നമുക്കറിയാം. സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരെ പോലും പാലക്കാടേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങളൊക്കെ പ്രചരണ രംഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ വലിയ രീതിയിൽ പ്രകടമായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് പോളിംഗ് ദിവസം മണ്ഡലത്തിലുള്ളവർ തന്നെയാണ് ഇവിടെ സജീവമായി ഇടപെടുന്നത് വോട്ടർമാരെ എത്തിക്കാൻ. അതുകൊണ്ട് തങ്ങളുടെ മേഖലകളിൽ ഒരു ചോർച്ചയും ഉണ്ടാവില്ല എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. അതാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പങ്കുവച്ച ഒരു പ്രതീക്ഷ. അതുകൊണ്ട് താങ്കൾ പോളിംഗ് ശതമാനം കുറഞ്ഞാലും തങ്ങൾക്ക് വീഴ്ച ഉണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതായത് നമ്മൾ സംസ്ഥാനത്ത് പൊതുവിൽ കാണാറുള്ളത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ നഷ്ടം എന്നതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റം കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത്തരം സൂചനകളൊന്നും പങ്കുവയ്ക്കാൻ കഴിയില്ല. എന്തായാലും തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും എന്ന് എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും ഈ BJP വോട്ടുകളിൽ കുറവുണ്ടാകും എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ തള്ളി BJP നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സജിത്ത്, ഈ ഏറ്റവും പ്രധാന ഈ 12.64 നിലവിലത്തെ പോളിംഗ് ശതമാനം അതാണ്. അതിൽ രേഖപ്പെടുത്തിയത് 13.61 മെയിൽ വോട്ടേഴ്സ് ആണ്, 11.73 11% ഫീമെയിൽ വോട്ടർമാർ. പക്ഷേ പാലക്കാട്ടെ ആകെ വോട്ടർമാരുടെ കണക്കെടുത്താൽ അതിൽ 1,94,000 കൂടുതൽ വനിതകളാണ്. അപ്പോൾ അതായത് രാവിലെ എന്താണ് സജിത്തിന് കാണാൻ കഴിയുന്നത്? സ്ത്രീകളുടെ ഒരു വരവ് കുറവാണോ വോട്ട് ചെയ്യാനായി? സ്ത്രീകളുടെ പങ്കാളിത്തം സജീവമാണ്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ വോട്ടർമാരുടെ കണക്കെടുത്താൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. അവിടെ അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ സജീവമാണ്. പല പോളിംഗ് ബൂത്തിൽ അത് സജീവമായി കാണുകയും ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ബൂത്തിൽ കണ്ട കാഴ്ച തുടക്കത്തിൽ തന്നെ വലിയ ക്യൂ ആണ്. ആ ക്യൂവിൽ സ്ത്രീകളുടെ അടക്കമുള്ള പങ്കാളിത്തമുണ്ട്. അവരൊക്കെ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നതിന്റെ ഒരു ആവേശം പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വോട്ടർമാരിൽ ഏതെങ്കിലും ഇനം തിരിച്ച് കുറവോ കൂടുതൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. സ്ത്രീ വോട്ടർമാരടക്കം വളരെ സജീവമായി തന്നെ പോകുന്നു. ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറക്കുന്നം LP സ്കൂളിലാണ്. മുൻ മന്ത്രി AK ബാലൻ, CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലന്റെ വീടിന് തൊട്ട് സമീപമുള്ള ഒരു ബൂത്ത് കൂടിയാണിത്. അവിടുത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ ഉള്ളിലെ ബൂത്തുകളിലൊക്കെ വലിയ വോട്ടർമാരുടെ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സജീവമായി തന്നെ ഈ പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. പോളിംഗ് ശതമാനം ഇപ്പോൾ നിലവിൽ കാണുന്ന ട്രെൻഡ് മികച്ച പോളിംഗിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. പക്ഷേ പാലക്കാടാണ്, ചൂട് കൂടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ വേഗത്തിൽ എല്ലാവരും എത്തി വോളി ചെയ്ത് പോകുന്നതാണോ, അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറിൽ അത് കുറവ് വരുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കണ്ടറിയാം വരുന്ന മണിക്കൂറുകളിൽ. ശരി, 12.64%. രാവിലെ സ്വാഭാവികമാണ് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരും, പിന്നെ അത് മെല്ലെ ആകുന്നതുമാണ്. സജിത്ത് പറഞ്ഞ പോയിന്റ് പാലക്കാട്ടെ ചൂട് ഒരു 10 മണിക്ക് ശേഷം വേണ്ട എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവുന്നതാണ്. രാവിലെ വോട്ടർമാരുമായിട്ട് ബൈറ്റ് എടുക്കാൻ നേരത്തൊക്കെ അവർ പറയുന്നത് അതാണ്. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി